ഇത് ചെങ്കൽ പഞ്ചായത്തിലെ മരിയാപുരത്തെ അർപ്പിതം എന്ന വീട്. കാർഷിക വൃത്തിയിൽ അർപ്പിത മനസ്കനായ ഷെറിൻ മണി എന്ന യുവ കർഷകന്റെ വാസഗൃഹം. മണ്ണിനെ പ്രണയിച്ചും പ്രകൃതിയൊരുക്കിയ പ്രതിബന്ധങ്ങളോട് സന്ധിയില്ലാ സമരം ചെയ്തും ഈ വീട്ടുകാരൻ നേടിയെടുത്ത കാർഷിക വിജയം ഈ 31കാരനെ ഒരു നാടിൻ്റെ തന്നെ അഭിമാനമാക്കി തീർത്തിരിക്കുകയാണ്. 15-ാം വയസ്സിൽ പിതാവായ ഡി മണിയുടെ കരം ഗ്രഹിച്ചാണ് കാർഷിക രംഗത്തേക്കുള്ള ഷെറിൻ മണിയുടെ അരങ്ങേറ്റം. അന്ന് പിതാവ് പകർന്നു നൽകിയ പരമ്പരാഗതമായ കാർഷിക പാഠങ്ങൾ തന്നെയാണ് തൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ലെന്ന് ഈ ചെറുപ്പക്കാരൻ വിശ്വസിക്കുന്നു. മൺമറഞ്ഞുപോയ പിതാവിൻ്റെ ശവകുടീരത്തിനു മുന്നിൽ മൗന നൊമ്പരങ്ങളോടെ, അതിലേറെ നന്ദിയോടെ ഒരു നിമിഷം നമ്രശിരസ്കനായ ശേഷമേ ഷെറിൻ ഇന്നും തൻ്റെ ഒരു ദിവസത്തിന് തുടക്കം കുറിക്കാറുള്ളൂ. 15-ാം വയസ്സിൽ പാട്ടത്തിനെടുത്ത 20 സെന്റ് ഭൂമിയിൽ പയറ് കൃഷി നടത്തിക്കൊണ്ടാണ് കാർഷിക രംഗത്തേക്കുള്ള ഷെറിൻ മണിയുടെ ചുവടുവയ്പ്. ആദ്യ സംരംഭം വിജയകരമായതോടെ വീണ്ടും 5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് അന്ന് വിപണി മൂല്യം ഏറെയുണ്ടായിരുന്ന നേന്ത്രവാഴ കൃഷി ആരംഭിച്ചു. പക്ഷേ ഒരു വിധി വൈപരീത്യം പോലെ വിരുന്നെത്തിയ പ്രകൃതിക്ഷോഭം ഒരു വലിയ നഷ്ടമായിരുന്നു ഷെറിൻ മണിക്ക് സമ്മാനിച്ചത്. മാനസികമായി തളർന്ന തന്നെ താങ്ങി നിർത്തിയതും ഒരിക്കലും ചതിക്കാത്ത മണ്ണിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതും അച്ഛനായിരുന്നു എന്ന് ഷെറിൻ ഓർക്കുന്നു. അച്ഛനെ കൂടാതെ അമ്മ ബേബിയും സഹോദരന്മാരായ ഷൈൻ മണിയും ഷെർജിൻ മണിയും ഒപ്പം കൂടിയതോടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത ഷെറിൻ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞു. വെള്ളരിയും പാവലും പടവലവും പയറും മുടങ്ങാതെ ചന്തയിലെത്തിക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്തതോടെ ഷെറിൻ്റെ കൃഷിഭൂമി ഏക്കറുകളിൽ നിന്ന് ഹെക്ടറുകളിലേക്ക് വളരാൻ തുടങ്ങി. ഇന്ന് വാഴകളും പച്ചക്കറിയും നെല്ലും മരച്ചീനിയുമൊക്കെയായി ചെങ്കൽ കുളത്തൂർ പഞ്ചായത്തുകളിൽ 8 ഹെക്ടറിലധികം പാട്ടഭൂമിയിൽ പടർന്നു പന്തലിച്ചതാണ് ഈ യുവാവിൻ്റെ കാർഷിക സാമ്രാജ്യം. ഇപ്പോൾ ഷെറിൻ മണിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഷെയ്ൻ മണി, ഇവർ രണ്ടുപേരും യോജിച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ചെങ്കൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷക കുടുംബമാണ് ഇവർ. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പടവലം, പാവൽ, വെള്ളരി, പയർ, പച്ചക്കറി ഇനങ്ങളിൽ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവർക്ക് കുറച്ച് ഈ ഡെമോൺസ്ട്രേഷൻ, നമ്മൾ ഏത് സ്കീമിൽ വന്നിരുന്നാലും ആദ്യം ഡെമോൺസ്ട്രേഷൻ ഇവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അത് നേന്ത്രവാഴ ആയിരുന്നാലും ശരി, TC ബനാന ആയാലും ശരി, ഈ പാളയംകുടം വാഴ ആയാലും ഏതായാലും ഇവർ ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന 2 യുവാക്കളാണ് ഇവർ. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് വളരെയധികം മതിപ്പുണ്ട്. പിന്നെ ഇടപെടാതെ എപ്പോഴും അവർക്ക് കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. കൂടാതെ ഇവർ നെൽകൃഷി പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നു. അത് ഈ കുളത്തൂർ പഞ്ചായത്തിലാണ് ആ കൃഷി വരുന്നത്. നെൽകൃഷി കൂടുതൽ അവർ അവിടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും കുളത്തൂർ പഞ്ചായത്തിൽ അവർ കുറേ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം ചെയ്യുന്നത് ഇവിടെയാണ്. നാട്ടറിവുകൾക്കൊപ്പം ശാസ്ത്രീയമായ കാർഷിക പാഠങ്ങൾ അഭ്യസിക്കാനും ഈ ചെറുപ്പക്കാരൻ സമയം കണ്ടെത്താറുണ്ട്. ഒരു പാടം പാട്ടത്തിനെടുത്താൽ അവിടത്തെ ഒരു പിടി മണ്ണെടുത്ത് പ്രത്യേകം സജ്ജീകരിച്ച ട്രേയിൽ സൂക്ഷിച്ച് അവിടെ വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിത്ത് വിതച്ച് കൃത്യമായി നനച്ച് 10 ദിവസം നിരീക്ഷിക്കാറുണ്ട്. മണ്ണ് വളരെ അനുയോജ്യമെങ്കിൽ വിത്ത് ഏറെ കരുത്തോടെ മുളച്ചു വരും. മുളയ്ക്ക് കരുത്തു പോരെങ്കിൽ ആ മണ്ണ് ലാബിൽ ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച ശേഷം മാത്രമേ വിത്ത് വിതയ്ക്കാറുള്ളൂ. ഏകദേശം പച്ചക്കറി മാത്രം 8 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യം വാഴ വയ്ക്കും. വാഴ വെച്ചാൽ വാഴ ഒഴിഞ്ഞ ഉടനെ മലക്കറി നടും. അത് പന്തൽ കെട്ടിയാണ് നടുന്നത്. അതായത് ഒരു പന്തൽ കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷം വരെ നിൽക്കുന്നുണ്ട്. അടുത്ത് ഈ മലക്കറി ഒഴിയുന്നത് വീണ്ടും വാഴ, അടുത്ത് വേറെ വെറൈറ്റി പച്ചക്കറി, അത് പടവലം, പയർ, ഇങ്ങനെ വെച്ച് പോകും. ഓരോ സ്റ്റെപ്പ് ഇതേപോലെ ആ വാഴ കഴിയുമ്പോഴാണ് പച്ചക്കറി വയ്ക്കുന്നത്. പച്ചക്കറി വയ്ക്കുമ്പോഴേക്കും ഈ വാഴയിൽ കിടക്കുന്ന വേസ്റ്റ് ഉരമെല്ലാം ഇത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചക്കറിക്ക് വേറെ ഉരമൊന്നും വയ്ക്കേണ്ടി വരുന്നില്ല. വിത്തുകളുടെ ഗുണമേന്മയിലും ഏറെ ശ്രദ്ധാലുവാണ് ഷെറിൻ. പാവൽ, പടവലം, പയർ എന്നീ വിത്തുകൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്നത് വെള്ളായണി കാർഷിക സർവകലാശാലയെയാണ്.
പടവല ഇനത്തിൽ വെച്ച് ഏറ്റവും നല്ല വെറൈറ്റിയാണ് കൗമുദി എന്ന ഇനമാണ്. അത് നല്ല ഏകദേശം ശരാശരി 2 കിലോ ശരാശരി 2 കിലോ വെയിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 5 കിലോ ഉള്ള പടവലവും ഉണ്ട് ഇതിൽ തന്നെ. അത് ഈ കൗമുദി ഇനത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നല്ല വിളവ് വരും, നല്ല ഏകദേശം 5 അടിയോളം നീളം കിട്ടുന്നുണ്ട്, നല്ല വണ്ണവും എല്ലാം കിട്ടുന്നുണ്ട്. പടർന്ന് പന്തലിക്കുന്ന കാർഷിക വിളകൾക്ക് പന്തലൊരുക്കുന്നതും ശാസ്ത്രീയമായിട്ടാണ്. പരമ്പരാഗത കർഷകരുപയോഗിക്കുന്ന കയറിനു പകരം മുന്തിരിത്തോപ്പുകളെ അനുസ്മരിപ്പിക്കും വിധം ബലമേറിയ കമ്പികൾ ഉപയോഗിച്ച് 8 അടിയോളം പൊക്കത്തിലാണ് പന്തലൊരുക്കാറ്. ഇത്തരം പന്തലുകൾ 5 വർഷത്തിലധികം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഷെറിൻ പറയുന്നു. വിത്ത് നമ്മൾ സ്വന്തമായിട്ട് നല്ല വെറൈറ്റി നോക്കി എടുത്തു വയ്ക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ കിളച്ച് കുഴിയെടുത്ത് നടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പന്തൽ ഒരുക്കി ക്ലിയർ ചെയ്ത് കയറ്റി വിടുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല വിളവൊക്കെ കിട്ടുന്നുണ്ട്. സ്ഥിരമായിട്ടൊരു കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ അണുക്കളുടെ അംശം കൂടുന്നുണ്ട്. മണ്ണിലായിരുന്നാലും വിളവിലായിരുന്നാലും അണുക്കളുടെ അംശം കൂടുന്നുണ്ട്. അത് ഒരു വർഷം വാഴ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വാഴ വയ്ക്കത്തില്ല. ഇതിപ്പോൾ അത് പടവലം വെച്ച് അടുത്ത് വീണ്ടും വാഴയാകുന്നു വയ്ക്കുന്നത്. അപ്പോഴേക്കും മണ്ണിൻ്റെ ഉരത്തിൻ്റെ ഇത് മാറുന്നുണ്ട്. അങ്ങനെ വേറെ അണുക്കളൊന്നും ഉണ്ടാകത്തില്ല. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമേ പച്ചക്കറി കൃഷിയിൽ ഷെറിൻ ഉപയോഗിക്കാറുള്ളൂ. വാഴത്തോപ്പുകളിലെ വിളവെടുപ്പ് കഴിഞ്ഞ് വാഴകളെ വെട്ടിമാറ്റിയ ശേഷം അവ നിന്ന സ്ഥാനത്ത് പടവലമോ പാവലോ പയറോ നടുന്നു. വാഴയ്ക്ക് മുമ്പ് നൽകിയ വളവും വെട്ടിമാറ്റിയ വാഴയുടെ അഴുകിയ അവശിഷ്ടവും വിപണിയിൽ ഇന്ന് ലഭിക്കുന്ന ഏത് രാസവളത്തേക്കാളും പ്രയോജനപ്രദമെന്ന് ഷെറിൻ മണി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവകാശപ്പെടുന്നു. അധികം രാസവളമോ രാസകീടനാശിനിയോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, നിങ്ങൾ ഈ പച്ചക്കറി പയറിടുമ്പോൾ ഇവർ ഒരു വളവും ചേർക്കുന്നില്ല എന്ന്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ ശരിയാണ്, അതിനകത്ത് മറ്റ് വളങ്ങളൊന്നും ചേർക്കുന്നത്. അപ്പോൾ ഈ വാഴയ്ക്കിടുന്ന വളത്തിൻ്റെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇവർക്ക് കിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ കൃഷിയിലധികം നഷ്ടവും വരുന്നില്ല. നഷ്ടമില്ലാത്ത ഇതിൽ തന്നെ നിൽക്കുന്ന ഒരു കൃഷിക്കാരാണ്. പക്ഷേ ഇത് മറ്റ് യുവാക്കൾക്ക് മാതൃകയാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. മത്സ്യവും കാന്താരിമുളകും വെള്ളവും ചേർത്ത് പാകപ്പെടുത്തുന്ന പ്രത്യേക മിശ്രിതമാണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പ്രധാനമായും വിറ്റഴിക്കാറുള്ളത് ഹോർട്ടികോർപ്പ് വഴിയാണ്. രാസമാലിന്യങ്ങൾ തീണ്ടാത്ത പച്ചക്കറികളായതിനാൽ സ്ഥിരമായി വീട്ടിൽ വന്ന് വാങ്ങുന്ന നാട്ടുകാരുമുണ്ട്. ടിഷ്യൂ കൾച്ചറുമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷൻ ഇത് കൊടുത്തു. അവർ അവരുടേത് അത്തരത്തിലുള്ള പൊക്കമുള്ള കൊലയാണ് അതിനകത്ത് കിട്ടിയത്. അത്രയും പൊക്കമുള്ള കൊല. പക്ഷേ നിർഭാഗ്യവശാൽ അതിനകത്തൊരു സംഭവം ഉണ്ടായത് കാറ്റ് അടിച്ച് കംപ്ലീറ്റ് അങ്ങ് ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു വൻ നഷ്ടം അവർക്ക് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും സാധാരണ കുറച്ച് ചെറുപ്പക്കാർ ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി കൃഷി ചെയ്തു അവസാനം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിഷമത്തിൽ പിന്മാറുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അതില്ല. ഇവർ മുൻകാലങ്ങളെക്കാളും വളരെ ശക്തിയാർജിച്ചിട്ട് മുന്നോട്ട് തന്നെ പോയി ഇപ്പോഴും അത് തുടരുന്നു. കാർഷിക വിപണിയെ ലക്ഷ്യമാക്കി നേന്ത്രൻ, കപ്പ, റോബസ്റ്റ, പാളയൻകോടൻ എന്നീ വാഴയിനങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുന്നതിനോടൊപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദേവൻ കദളി, മട്ടി, ചിങ്ങൻ എന്നീ വാഴയിനങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. അപൂർവമായി കൊണ്ടിരിക്കുന്ന കൂവക്കൃഷിയും ഷെറിൻ ശ്രദ്ധയോടെ നടത്തിവരുന്നു. വാഴക്കുലകൾ ഓർഡർ അനുസരിച്ച് കടകളിൽ എത്തിച്ചു കൊടുക്കാറാണ് പതിവ്. ഇതിനായി മാത്രം ഒരു മിനി ലോറി ഷെറിൻ വാങ്ങിയിട്ടുണ്ട്.
ഏകദേശം 35 വർഷത്തിൽ അധികം ഞങ്ങൾ കൃഷി സ്ഥിരമായിട്ട് ചെയ്തു വരികയാണ്. ഞങ്ങളുടെ അച്ഛനെല്ലാം നല്ല കൃഷിക്കാരായിരുന്നു. അച്ഛനും എല്ലാം നല്ല ഒന്നാന്തരം കൃഷിക്കാരായിരുന്നു. അതിൽ നിന്നുകൊണ്ട് പാഠം പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും കർഷകത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇന്നത്തെ യുവാക്കൾ മറ്റു ഗവൺമെൻറ് സെക്ടറിനെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഫുള്ളും കർഷകത്തിലേക്കാണ്, അല്ലെങ്കിൽ കർഷക രംഗത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. അതുവഴി നമുക്ക് ഒത്തിരി ലാഭവും എല്ലാവിധ സൗകര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് ഈ കൃഷി മുഖാന്തരമാണ്. അതിനു പുറമെ ഈ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത്, മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനോ അങ്ങനെ ഒരു കാര്യമോ ഒന്നുമില്ല. കുടുംബാംഗങ്ങൾക്ക് പുറമെ 5-ലേറെ കർഷകർ ഷെറിൻ്റെ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി ജോലി നോക്കുന്നു. കൃഷിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി വരുമാനം കിട്ടുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ 8 ഹെക്ടറിലധികം ഞങ്ങൾക്ക് കൃഷിയുണ്ട്. ഏകദേശം ഒരു 4-5 ഏക്കർ പടവലമുണ്ട്, അതുപോലെ പാവയുണ്ട്, പയറുണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചറിൻ്റെ തന്നെ ഏകദേശം 1.5 ഏക്കറോളം പാളയംകുടൻ വാഴയുണ്ട്. 1 ഏക്കറിലധികം മോറീസുണ്ട്. പിന്നെ 1.5 ഏക്കർ വെള്ളരി കൃഷിയുണ്ട്. 2.5 ഏക്കർ നെൽകൃഷിയുണ്ട്. ഇതിനു പുറമെ മണ്ണിര കമ്പോസ്റ്റുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്, കരകൃഷി ഇഷ്ടം പോലെയുണ്ട്, ട്രിപ്പ് ഇറിഗേഷനുണ്ട്. അങ്ങനെ ആധുനിക മോഡലിലും ഞങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. മത്സ്യം വളർത്തലും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണവും ചെറിയ തോതിൽ തുടങ്ങിവെച്ച ഷെറിൻ മണിക്ക് അവ ഭാവിയിൽ വിപുലപ്പെടുത്താൻ താൽപ്പര്യമുണ്ട്. കുളത്തൂർ പഞ്ചായത്തിൽ 1 ഹെക്ടർ സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് 7 വർഷമായി നെൽകൃഷി നടത്തിവരുന്ന ഷെറിൻ മണി വരാനിരിക്കുന്ന വിളവെടുപ്പിൽ 4 ടണ്ണോളം വിളവ് പ്രതീക്ഷിക്കുന്നു. ഉപോൽപ്പന്നമായ വൈക്കോൽ തൻ്റെ തന്നെ വാഴകൃഷിയിൽ ജൈവവളമായിട്ടാണ് ഷെറിൻ ഉപയോഗിക്കാറുള്ളത്. കാർഷിക മേഖലയിലെ തൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ചെങ്കൽ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസറായ ശൈലകുമാറിൻ്റെയും കുളത്തൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസറായ വിക്ടർ രാജിൻ്റെയും മറ്റു സഹപ്രവർത്തകരുടെയും സഹകരണം പ്രത്യേകം പരാമർശിക്കാനും ഷെറിൻ മറന്നിട്ടില്ല. ഹൈടെക് കൃഷിരീതികളിൽ അതീവ തൽപരനായ ഈ ചെറുപ്പക്കാരൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള തൻ്റെ താൽപ്പര്യം നിഷ്കളങ്കതയോടെ പങ്കുവച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇപ്പം നല്ല ലാഭത്തിലാണ് പോകുന്നത്. അതായത് എനിക്കിപ്പം ജൈവവളം വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നില്ല. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. അതായത് ആ മണ്ണിര കമ്പോസ്റ്റുള്ള കൃഷിക്ക് ഏകദേശമുള്ള ജൈവവളം കിട്ടുന്നുണ്ട്. പശുവുണ്ട്, അതിനുള്ള ജൈവവളമുണ്ട്. അപ്പോഴേക്കും അതിന് ലാഭമായി. പിന്നെ രാസവളം തുച്ഛമായിട്ട് വാങ്ങേണ്ടി വരുന്നുള്ളൂ. പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം രാസവളത്തിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ കൃഷി നല്ല ലാഭമുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു 20 സെൻറ്റ് വസ്തു വാങ്ങിച്ച് ഒരു നല്ല രീതിയിലുള്ള വീടൊക്കെ വെച്ച് പിന്നെ കുടുംബമായി കഴിഞ്ഞു പോയാണ്. ഇപ്പോൾ ഞാൻ പാട്ടത്തിന് വസ്തു എടുത്താണ് കൃഷി ചെയ്ത് വരുന്നത്. ഇനി ഇപ്പോൾ സ്വന്തമായിട്ട് വീടും വസ്തു മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് വസ്തു വാങ്ങിച്ച് നല്ലത് കൃഷി ചെയ്ത് അതിൽ നല്ലൊരു പോളി ഹൗസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ അവാർഡിലേക്ക് വേണ്ടി അപേക്ഷ കൊടുത്തായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങൾ നിരസിച്ചു. അടുത്ത വരുംകാലം നല്ലൊരു കർഷകൻ്റെ അവാർഡ് വാങ്ങണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. നിലവിൽ 1 ഏക്കർ പാട്ടഭൂമിക്ക് 30,000 രൂപ വാർഷിക വാടക നൽകിയാണ് ഷെറിൻ കൃഷി നടത്തുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി സ്വന്തമായി ഭൂമി സമ്പാദിച്ച് കൃഷിയിറക്കണമെന്നത് ഷെറിൻ മണിയുടെ മറ്റൊരു സ്വപ്നമാണ്. നിലവിൽ ഹോർട്ടികോർപ്പിന് ആഴ്ചയിൽ 3 ടൺ പച്ചക്കറിയാണ് കൊടുക്കുന്നത്. തൽസ്ഥാനത്ത് ഒരു ദിവസം തന്നെ 1 ടൺ പച്ചക്കറി എത്തിച്ചു കൊടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ. ഭാര്യ ഷീനയ്ക്കും ഏകമകൻ അർപ്പിതിനുമൊപ്പം
കാർഷിക രംഗത്തെ തൻ്റെ ഭാവി പദ്ധതികളിലേക്ക് പ്രത്യാശയോടെ ഉറ്റുനോക്കുന്ന ഷെറിൻ മണി പാർശ്വവൽക്കരിക്കപ്പെട്ട കേരളത്തിൻ്റെ കാർഷിക ചരിത്രത്തിൽ നല്ല മാറ്റങ്ങളുടെ പുത്തൻ അധ്യായങ്ങൾ രചിക്കാൻ പോന്നവനാണെന്ന് നിസ്സംശയം പറയാം. മണ്ണിൻ്റെ മനസ്സറിഞ്ഞ ഈ യുവ കർഷകൻ്റെ പ്രതീക്ഷകൾ ഒരു വസന്തകാലം പോലെ തളിരണിയട്ടെ എന്ന് ആശംസിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെൽകൃഷിയിലെ കളനിയന്ത്രണത്തിന് യന്ത്ര സംവിധാനം. ഹൈടെക് ഫാമിംഗിൽ സൗജന്യ പരിശീലനം. ബുൾ മദർ ഫാം ഉദ്ഘാടനം സെപ്റ്റംബർ 19. വിശദമായ വാർത്തകളിലേക്ക്. നെൽകൃഷിയിൽ പൊടിവിതയ്ക്ക് വേണ്ടി ട്രാക്ടറിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന സീഡിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇങ്ങനെ വിത നടത്തുന്ന പാടങ്ങളിൽ കളകളുടെ വളർച്ച അധികമായി കണ്ടുവരാറുണ്ട്. കളകളുടെ വളർച്ച നിയന്ത്രിക്കുന്നതിന് വളരെ അനുയോജ്യമായ കളനശീകരണ സ്പ്രേയിംഗ് സംവിധാനം പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു. വളരെ ലളിതമായ ഈ ഉപകരണം ഞാർനടിയിൽ യന്ത്രത്തോടൊപ്പം പ്രവർത്തിപ്പിക്കാം. ട്രാക്ടറിൻ്റെയും ഞാർനടിയിൽ യന്ത്രത്തിൻ്റെയോ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9449246629. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ ഹൈടെക് പ്രിസിഷൻ ഫാമിംഗിൽ 2 ദിവസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ്, പോളി ഹൗസ് പ്രിസിഷൻ ഫാമിംഗ് എന്നിവയിൽ ഏത് വേണമെങ്കിലും കർഷകർക്ക് തിരഞ്ഞെടുക്കാം. ട്രെയിനിംഗ് സമയത്ത് ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും. ട്രെയിനിംഗ് പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492687981. മൊബൈൽ നമ്പർ 9446279626. സംസ്ഥാന കന്നുകാലി വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ബുൾ മദർ ഫാമിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 കൃഷിമന്ത്രി KP മോഹനൻ നിർവഹിക്കും. കാലി വളർത്തലിൽ യന്ത്രവൽക്കരണം സാധ്യമാക്കി ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെയാണ് ബുൾ മദർ ഫാം പ്രവർത്തിപ്പിക്കുന്നത്. ഇതോടൊപ്പം ക്ഷീരകർഷകർക്കും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്കും പ്രായോഗിക പരിശീലനം നൽകുന്നതിന് ഡയറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ആരംഭിക്കുന്നുണ്ട്. റബ്ബറിൻ്റെയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും പരിശോധന, ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ റബ്ബർ ബോർഡ് പ്രത്യേക പരിശീലനം നൽകുന്നു. ഈ മാസം 22 മുതൽ 26 വരെ കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 048123533325, 048123533127. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 29, 30 എന്നീ തീയതികളിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. തേനീച്ചയും കൂടും ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപ. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9645420575. മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊല്ലം കുരീപ്പുഴ ടർക്കി ഫാമിൽ വിവിധ പ്രായത്തിലുള്ള ടർക്കി കോഴിക്കുഞ്ഞുങ്ങളും ഇറച്ചിക്കാവശ്യമായ ടർക്കി കോഴികളും ലഭ്യമാണ്. ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രൗൺസ്, ബ്രോഡ് ബ്രസ്റ്റഡ് വൈറ്റ് ഇനങ്ങളിൽപ്പെട്ട ടർക്കി കോഴികളാണ് ഫാമിൽ വിതരണത്തിനായിട്ടുള്ളത്. കുരീപ്പുഴ ടർക്കി ഫാമിന്റെ ഫോൺ നമ്പർ 047427999222. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 15,800 രൂപ, കോഴിക്കോട് 17,000, തൃശൂർ 15,700, കൊപ്ര കൊച്ചി 10,700, കോഴിക്കോട് 11,100, തൃശൂർ 10,475, കുരുമുളക് അൺഗാർബിൾഡ് 67,000, ഗാർബിൾഡ് 70,000, ചുക്ക് മീഡിയം 25,000, ബെസ്റ്റ് 26,000, മഞ്ഞൾ സേലം 6,700, ഈറോഡിൽ 7,000, അടയ്ക്ക പുതിയത് 19,000 മുതൽ 20,000 വരെ. കൊച്ചി റബ്ബർ RSS 5 11,600 രൂപ, റബ്ബർ RSS 4 12,400, കോട്ടയം റബ്ബർ RSS 5 11,600, റബ്ബർ RSS 4 12,400 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,800 രൂപ, കൊപ്ര 10,700, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,000, ഗാർബിൾഡ് 70,000, ചുക്ക് മീഡിയം 25,000, ബെസ്റ്റ് 26,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 19,000 മുതൽ 20,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 280 വരെ, തൊണ്ടില്ലാത്തത് 450 മുതൽ 480 വരെ. ജാതിപത്രി 725 മുതൽ 800 വരെ, ഗ്രാമ്പു 900 മുതൽ 1,035 വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 11,600 രൂപ, റബ്ബർ RSS 4 12,400, ഒട്ടുപാല് 7,400, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് തളർച്ചയോടെയാണ് ഇന്ന് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. ഗാർബിൾഡ് മുളക് വില 500 രൂപ കുറഞ്ഞ് 70,000-ലേക്ക് ഇടിഞ്ഞത് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. കർണാടകത്തിലെ കൂർഗിൽ നിന്ന് കിലോ 640 രൂപയ്ക്ക് ഉൽപ്പന്നം വിൽപ്പനയ്ക്കിറങ്ങിയതും തിരിച്ചടിയായി. അടുത്ത സീസണിൽ വിളവ് ഉയരുമെന്ന വിലയിരുത്തലുകൾ വിലയെ സ്വാധീനിച്ചു. തമിഴ്നാട്ടിലെ പ്രമുഖ വിപണികളിൽ നിന്നുള്ള കൊപ്ര സംഭരണം കേരളത്തിലെ മില്ലുകാർ കുറച്ചു. വില കുറയുന്ന പ്രവണത മുൻനിർത്തിയാണ് വ്യവസായികൾ സംഭരണത്തിൽ കുറവ് വരുത്തിയത്. എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറഞ്ഞതുമൂലം മില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാനുള്ള നീക്കത്തിലാണ്. കൊപ്ര വില 10,800 രൂപയാണ്. ഏലയ്ക്ക ലേലകേന്ദ്രങ്ങളിലെ വീറും വാശിയും വ്യക്തമാക്കിക്കൊണ്ട് കുമിളി ലേലത്തിന് എത്തിയ 81,696 കിലോ ചരക്കും പൂർണ്ണമായി വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാരിൽ നിന്നും ആഭ്യന്തര ഇടപാടുകാരിൽ നിന്നുമുള്ള ഡിമാൻഡിൽ മികച്ച ഇനങ്ങൾ കിലോ 1,043 രൂപയായും ശരാശരി ഇനങ്ങൾ 789 രൂപയായും ഉയർന്നു. റബ്ബർ വിലയിൽ ഇന്ന് നേരിയ മുന്നേറ്റം. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യൻ വ്യവസായികളും രംഗത്തുണ്ടെങ്കിലും മത്സരിച്ച് ഷീറ്റെടുക്കാൻ തയ്യാറായില്ല. വിദേശ ചരക്കിൻ്റെ ലഭ്യതയാണ് വ്യവസായികളുടെ അകൽച്ചയ്ക്ക് കാരണം. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.1, 24.6. കൊച്ചി 30.6, 25. ആലപ്പുഴ 29.6, 24.8. പുനലൂർ 21.6. തിരുവനന്തപുരം 31, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.